കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ വിശ്വാസത്തിൽ ഈശോ വെളിപ്പെടുത്തിയ രക്ഷാകര പോരാട്ടത്തിൻ്റെ വഴിയിൽ വളരെ പവർഫുൾ ആയുള്ള കാര്യമാണ്. കുരിശ് വരയ്ക്കുമ്പോഴുള്ള പവർ എന്താണ്, കുരിശിൻ്റെ ശക്തി എന്താണ് എന്ന് ചകമുള്ള സഹോദരരെ, ഞാൻ പഠിച്ചത് യഥാർത്ഥത്തിൽ സെമിനാരിയിൽ തിയോളജി ക്ലാസ്സിലല്ല, ഈ ഡെലിവറൻസ് ശുശ്രൂഷയിലാണ്. ഡെലിവറൻസ് ശുശ്രൂഷയിൽ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി സമയം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മണിക്കൂറുകൾ എടുക്കും ആ പ്രാർത്ഥന പൂർത്തിയാകാൻ മുന്നോട്ട് നീങ്ങുമ്പം ഒരു ആത്മീയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഈ വ്യക്തിയുടെ ശരീരത്തിൽ പൈശാചിക അരൂപികളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തി ആ വ്യക്തിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഈ രണ്ട് ദൈവിക ശക്തി കടന്നു വന്ന് തിന്മയുടെ ശക്തിയെ ഞെരുക്കി വല്ലാത്ത പോരാട്ടം നടക്കുന്ന ആ പോരാട്ടത്തിൻ്റെ ഭാരം മുഴുവൻ ഈ ശരീരത്തിലാണ്. അപ്പോൾ ആ വ്യക്തി വല്ലാണ്ട് ഞെരുങ്ങും. അങ്ങനെ സമയം എടുക്കുമ്പോൾ ഇവർ പലപ്പോഴും ദാഹിച്ചിട്ട് പരവേശം എടുത്തിട്ട് കുടിക്കാൻ ചോദിക്കും വെള്ളം. ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ ഒന്നുകിൽ ഹോളി വാട്ടർ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കുരിശ് വരച്ചിട്ട് വെള്ളം കൊടുക്കുള്ളൂ. അത് അച്ഛൻ വരയ്ക്കണമെന്നില്ല, ആരെങ്കിലും വരച്ചാൽ മതി, കൊണ്ടുവരുന്ന ആൾ കൊടുത്താൽ മതി. അങ്ങനെ കുരിശ് വരച്ച വെള്ളം അല്ലെ ഹോളി വാട്ടർ കൊടുത്തു കഴിയുമ്പം ഒരു 99% അവസരങ്ങളിലും ഈ പൈശാചിക അകത്തുണ്ടെങ്കിൽ വരാൻ പോകുന്നൊരു പ്രതികരണം ഈ വെള്ളം കുടിക്കാൻ ഈ വ്യക്തിയെ ഈ ആത്മാവ് സമ്മതിക്കണം. കുടിക്കാൻ മേലാത്ത പോലെ അവസ്ഥ വരും. വായിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ തുപ്പും. തുപ്പിയിട്ട് ഇങ്ങനെ വടിച്ച് അസ്വസ്ഥയോടെ ചോരയാന്ന് പറയും. ചോരയാന്ന് പറഞ്ഞ് തുപ്പിക്കളയും. ഇനി പെട്ടെന്നങ്ങ് ഉള്ളിലേക്ക് ഇറക്കി ഒരു കവിളങ്ങ് ഇറക്കാൻ നോക്കിയാൽ അത് തൊണ്ടയിലേക്ക് വരുമ്പോഴേക്കും ഇറക്കാൻ മേലാതെ വന്നിട്ട് ഈ പീഡക്കിരിയായിരിക്കുന്ന വ്യക്തി ചിലപ്പോഴിങ്ങനെ മലന്ന് കടന്ന് വിഷമിച്ച് ഇങ്ങനെ കിടന്ന് ഞെരുങ്ങും. അപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത ആൾക്കാർ അടുത്തുണ്ടെങ്കിലും അപ്പനും അമ്മയെ കൊണ്ട് അവരിങ്ങനെ കഴുത്തേൽ ഈ വെള്ളം ഇങ്ങനെ ഉരുണ്ട് ഇരിക്കുന്ന പോലെ നമുക്ക് ആ കഴുത്തേൽ ഇങ്ങനെ കുരിശ് വരച്ച് കുറെ സമയം എടുക്കും അതൊന്ന് ഒരു കവിള് ഇറക്കാൻ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിരന്തരം എന്നോണം കാണാൻ പറ്റും. അപ്പോൾ ഒരു കുരിശ് വരയ്ക്കുമ്പോൾ വെള്ളത്തിൽ വരുന്ന മാറ്റമെന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ പൈശാചിക അരൂപികൾക്ക് നമുക്ക് മാനുഷികമായിട്ടുള്ളതിനപ്പുറം കാണാനും അറിയാനും പറ്റും. തല സമയ പരിമിതിക്കപ്പുറം അരൂപികൾക്ക് നീങ്ങാൻ പറ്റും, എത്താൻ പറ്റും. മർക്കോസ് 1:21 വാക്യങ്ങളിൽ ഈശോ ആദ്യമായിട്ട് കഫർനഹൂമിലെ സിനഗോഗിൽ ആദ്യമായിട്ടാണ് പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ടോ അശുദ്ധാരൂപി വിളിച്ചു പറയാം, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. കണ്ടോ, കറക്റ്റാ, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. അരൂപിക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ തിരുവചനം, വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേക പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നു. പിശാചുക്കൾ എങ്ങനെ അറിയുന്നത്? അവരരൂപികളാ. അരൂപിയുടെ ലോകം മുഴുവൻ അറിയാം. നമ്മളൊക്കെ ചിലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഈ പൈശാചിക അരൂപി വെളിപ്പെട്ടിട്ട് ഈ വ്യക്തിയുടെ ഒന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുമ്പോൾ ഈ അരൂപികൾ പറയില്ല, ഞാൻ ഇവനെയും കൊണ്ടേ പോകുള്ളൂ, എനിക്ക് ഇവന്റെ മേൽ അവകാശമുണ്ട്, ഇവന് എൻ്റെ അടുക്കൽ വന്ന് എന്നെ അനുസരിച്ച് പാപം ചെയ്തല്ല എനിക്ക് തുറന്നു തന്ന് അങ്ങനെ ഞാൻ അകത്ത് കയറിയതാ, ഇങ്ങനെ പറഞ്ഞ അവകാശം പറയും, ഞാൻ ഇവനെ കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അരൂപി തിരിച്ചു പറയുമ്പം നമ്മളെല്ലാ പൊതുവച്ചാടകരും പറയുന്ന ഒരു കാര്യമാണ്, ഇല്ല, നിനക്ക് ഈ ആളുടെ മേൽ അധികാരമില്ല. ഈ ആളിനെ ഈശോയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണിത്. പാപത്തിലേക്ക് പോയി, പക്ഷെ ഈശോ കുരിശിൽ ബലിയായി മോചനത്തിന് സ്വയം കൊടുത്തുകൊണ്ട് വീണ്ടെടുത്ത വ്യക്തിയാണിത്. അതുകൊണ്ട് നിനക്ക് ഈ ആത്മാവിന്റെ മേൽ വ്യക്തിയുടെ അവകാശമില്ല. ഇങ്ങനെ നമ്മൾ തർക്കിക്കുമ്പം ചിലപ്പോഴൊക്കെ ഈ അരുവി പറയും, ഇതൊന്നും എന്നോട് പറയണ്ട, എനിക്കിത് അറിയാം, നീ ഇത് ബൈബിള് വായിച്ചിട്ട് വേദപാഠം പഠിച്ചിട്ടും അല്ലേ കേട്ടത്, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? സ്വർഗത്തില്. ഈ മനുഷ്യ സൃഷ്ടിയും ഈശോയുടെ രക്ഷാകര മനുഷ്യാവതാരവും കുരിശുമരണവും ഒക്കെ സംഭവിക്കുമ്പോൾ ഇതെല്ലാം അറിയുന്നവരാണ് ഈ പിശാചുക്കള്. അവിടെ നീ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണ്ട, ഞങ്ങൾക്കിത് അറിയാം എന്ന് പോലും ഈ അരൂപികൾ പറയുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഈ അരൂപികൾക്ക് എന്ത് കാര്യങ്ങൾ അറിയാം, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആത്മീയമായ കാര്യം അറിയാൻ പറ്റും. അവിടെ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 11-ാം വാക്യം ചേർത്ത് വായിക്കാം. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുൻപിൽ വീണെന്ന് ദൈവത്തോടാണെന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് കൊടുത്തു. കർശനമായ താക്കീത കൊടുക്കുന്നത്, വെളിപ്പെടുത്തരുതെന്ന്. കണ്ടോ, ഈ അരുവിക്ക് അറിയാം. അപ്പൊ ഞാൻ ഇതിപ്പോ പറയാൻ കാരണം, വെള്ളത്തില് ഒരു കുരിശു വരയ്ക്കുമ്പോൾ ആ വെള്ളത്തിൽ വരുന്ന മാറ്റം എന്നാണ് നമ്മുടെ ഭൗതിക കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുകയില്ല. പക്ഷെ അരൂപികൾക്ക് കൃത്യം കാണാം. ബ്ലസ് ചെയ്ത വെള്ളം, ബ്ലസ് ചെയ്യാത്ത വെള്ളം വ്യത്യാസം. നമ്മൾ പറയല്ലേ, പൈശാചിക സേവക്കാർ സാത്താൻ പൂജയൊക്കെ നടത്തുമ്പം തിരുവോസ്തി
അവര് വില കൊടുത്ത് വാങ്ങിച്ച് ഇങ്ങനെ അവഹേളിക്കാനായിട്ട് നോക്കുന്ന നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം ഈ നല്ല വില കിട്ടും ഒരു തിരുവോസ്തി കൊണ്ട് കൊടുത്താൽ. നമ്മുടെ കുർബാന സ്വീകരണ അവസരത്തിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടല്ല നാവിൽ വെച്ച് കിടക്കാതെ കൊണ്ടുപോകുന്ന സംഭവം, അച്ഛന്മാർ പിടിക്കുന്ന സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ പലപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവരെ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. കാരണം അവിടെ കൊടുത്താൽ നല്ല വില കിട്ടും. 10-15,000 രൂപ കൊടുത്തു വരും ഒരു കോൺസെക്രേറ്റഡ് തിരുവോസ്തി ഈശോ തിരിച്ചിട്ട്. അപ്പൊ ചില ആൾക്കാർ എന്നാൽ ഈ കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും, എളുപ്പത്തിന് വേണ്ടിയിട്ട് കോൺസെക്രേറ്റ് ചെയ്യാത്തത്. അങ്ങനെയുള്ളത് വെച്ച് കഴിയുമ്പോൾ ഈ പൈശാചിക അരുവിയോട് അപ്പോൾ തിരിച്ചറിയാൻ പറ്റും ഇത് വെറും അവസ്ഥയാ. അവർക്കറിയാൻ പറ്റും. നമുക്കിത് നമ്മുടെ ഈ വെറും ബാഹ്യ കണ്ണുകൾ കൊണ്ട് അറിയാൻ പറ്റിയത് മാത്രമേ ഉള്ളൂ. നിസ്സാരമാണെന്ന് തോന്നും. കുരിശ് കണ്ട ചെകുത്താനെ പോലെ എന്ന് പറച്ചത് തന്നെയില്ലേ പിശാചോട്. കാരണം കുരിശിലാണ് ഈശോ ബലിയായി ആ ഒഴുകി ഇറങ്ങിയ രക്തം, അതിലാണ് പാപത്തിന്റെ അഴുക്ക് കറ മായ്ച്ചു കളഞ്ഞത്. കൊളോസോസ് 2:14-15 വാക്യങ്ങളിൽ നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി. കണ്ടോ, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും. അത് 2 മാലാഖ ഗണങ്ങളാണ്. നവവൃന്ദ മാലാഖാമ 2 ഗണങ്ങളുടെ പേരാണ് ആധിപത്യങ്ങൾ, അധികാരങ്ങൾ. മാലാഖമാര് പിഴച്ചാണ് പിശാചുക്കൾ ഉണ്ടായത്. പിശാചുക്കൾക്കിടയിലും ഈ മാലാഖമാരുടെ ഗണങ്ങളിൽ നിന്ന് വന്ന പിശാചുക്കളുടെ ആ ഒരു ഒറിജിനൽ റാങ്കിങ് അവർക്ക് ഉണ്ട് ബേസിക്കായിട്ട്. അപ്പൊ ആധിപത്യങ്ങൾ, അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരു അടിസ്ഥാനപരമായിട്ട് പ്രാഥമികമായിട്ട് മാലാഖമാരെ കുറിച്ചാണ്. അതേസമയം ആ വാക്കുകൾ തന്നെ ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ച് പറയാൻ പറ്റും. ഏഞ്ചൽസ്, ഫോളൻ ഏഞ്ചൽസ്, അതാണല്ലോ പിശാചുക്കളും. അപ്പൊ ഈ ഫോളൻ ഏഞ്ചൽസ് ആയിരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെയും അധികാരങ്ങളും നിരായുധമാക്കി, ആയുധമില്ലാത്തവരാക്കി. കാരണം അവരുടെ ആയുധം എന്താണ്? പാവമാണ്. യോഹന്നാൻ 14:30 ലോകത്തിന്റെ പ്രമാണി വരുന്നു, പക്ഷെ അവൻ എൻ്റെ മേൽ അധികാരം ഇല്ല. എന്തുകൊണ്ടാണ്? യോഹന്നാൻ 8:45-46 കാണുകയുണ്ടായി, എന്നെ പാപമില്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം, പാപജ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വരും നമ്മൾ ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞ് വസിക്കുമ്പോൾ. അങ്ങനെ ആകുമ്പോഴാണ് പിശാചുക്കൾ നമ്മുടെ മേൽ അവകാശ അധികാരവും ഇല്ലെന്നാവുക. പാപം എങ്ങനെ ഇല്ലെന്നാകും? സത്യസ്വരൂപൻ അത് ചെയ്തു നമുക്ക് വേണ്ടി. എന്താണ്? കുരിശിൽ ബലിയായി ആ ചിന്തിയ രക്തം. ആ രക്തത്തിൽ പാവമെല്ലാം കഴുകി പോകുമ്പോൾ പിശാചുക്കൾക്ക് നമ്മുടെ മേല് ഗ്രിപ്പില്ല, പിടുത്തം കിട്ടിയല്ല. അവര് നിസ്സഹായരാവുകയാണ്. അതാ പറഞ്ഞ അവരെ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവകളുടെ പാത്രമാക്കി. അപ്പം കുരിശിൽ ഈശോ ചെയ്തത് തൻ്റെ രക്തം ഒഴുക്കി ബലിയായി കൊടുത്ത് മോചന ജീവൻ അർപ്പിച്ചുകൊണ്ട് പിശാചുക്കളുടെ അവകാശത്തെ മായ്ച്ചു കളഞ്ഞു. അതാണ് കൊളോസോസ് 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിന്റെ 2-ാം പകുതി കണ്ടോ. അവൻ കുരിശ് ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിച്ചു. അപ്പൊ ഈ പിശാചുക്കള് കുരിശ് വരച്ച വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുമ്പം ഈ വ്യക്തിയിലുള്ള പശരുവി അസ്വസ്ഥപ്പെട്ട് പറയുന്ന ചോരയാണ്, വടിച്ചു കളയാ, തുപ്പിക്കളയാണ്, ചോരയാന്ന് പറയും. ഏത് ചോരയാണ്? കുരിശ് വരയ്ക്കുമ്പം ആ വെള്ളത്തിൽ ഈശോയുടെ തിരിച്ചോരയാണ് കുതിരുന്നത്. അപ്പോൾ ഒരു കുരിശടയാളം വരയ്ക്കുമ്പം വെള്ളത്തിലാകട്ടെ, ഒരു വസ്തുവിലാകട്ടെ, ഒരു വ്യക്തിയുടെ മേലാകട്ടെ, ഒരു കുരിശ് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് സ്നേഹമുള്ളവരെ യഥാർത്ഥം ഞാൻ പഠിച്ചത് ഈ ഡെലിവറൻസ് ശുശ്രൂഷയിലാണ്.